ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. ക്യാൻവ വളരെ സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യാം. മെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്യാൻവ എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത ശേഷം മുകളിലായിട്ട് സെർച്ച് ബാറിൽ നമ്മൾ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്രീ വേർഷനാണ്. അതുകൊണ്ട് എനിക്കിതിനകത്ത് പ്രോ എന്ന് പറയുന്ന ഫീച്ചേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഓരോ ഒരു ഇമേജിൻ്റെയും താഴെ വലത്തെ സൈഡ് താഴെയായിട്ട് പ്രോ എന്ന് പറയുന്ന ഒരു ഇത് കാണാം. അത് ഉള്ളതൊന്നും നമുക്ക് എടുക്കാൻ കഴിയില്ല. കാര്യം ഫ്രീ ആയിട്ടുള്ള വേർഷനായ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കത് എടുക്കാൻ കഴിയില്ല. അതില്ലാത്ത ഏതെങ്കിലും ഒരു വിസിറ്റിംഗ് കാർഡ് നമുക്ക് ടെംപ്ലേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇവിടെ ഫസ്റ്റ് ഒരു കാർഡുണ്ട്, സെക്കൻഡ് താഴെയായിട്ട് നോക്കി കാണാം, സെക്കൻഡ് അതിൻ്റെ ബാക്ക് സൈഡുണ്ട്, ഇത് ഫ്രണ്ട് സൈഡുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ എലമെൻറ്റിനും മുകളിലായിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബോക്സ് വരും. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ബോക്സ് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ മുകളിൽ നമ്മളിപ്പം പേരാണ് ഇവിടെ ഉള്ളത്, പേര് എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കീബോർഡ് ഓപ്പൺ ആയിട്ട് വരും. കീബോർഡ് ഓപ്പൺ ആയിട്ട് വരുമ്പം നമുക്കവിടെ നമ്മുടെ പേര് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. പിന്നെ ഡെസിഗ്നേഷൻ വേണോ ഡെസിഗ്നേഷൻ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഫോൺ നമ്പർ, അതുപോലെ മെയിൽ ഐ ഡി, അങ്ങനെ എന്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏതാണോ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ ABC ഡിസൈൻ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് റൈറ്റിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്ന് കാണും, അവിടുന്ന് സെക്കൻഡ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ABC എന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊടുത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്കിത് സേവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഈ കാണുന്ന മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ആരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡൗൺലോഡ് എന്ന് പറയുന്നത് കൊടുക്കുക. അവിടുന്ന് PNG ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. PDF ആണെങ്കിൽ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് PNG ആയിരിക്കും കിടക്കുന്നത്. നമ്മളവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ PDF സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ്സിലോട്ട് ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഫയൽസിൽ പോയിട്ട് നമുക്കിത് എങ്ങനെയാണോ വന്നേക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡൗൺലോഡ്സിലൊന്ന് പോവുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്ത ഡിസൈൻ കാണാൻ കഴിയുക. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലയൻസിനൊക്കെ അയച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.